തമാശകൾ പറയാനും കേൾക്കാനൊക്കെ ഇഷ്ടമുള്ള മനുഷ്യരാണ് നമ്മൾ. ചില തമാശകളെ നമ്മൾ കറുത്ത ഫലിതം എന്ന് പറയാറുണ്ട്. കാരണം കേൾക്കുമ്പോൾ ചെറിയൊരു ചിരിയൊക്കെ ഉണ്ടാവുമെങ്കിലും അതിൻ്റെ ഉള്ളിലെ മെസ്സേജ് ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതോ അല്ലെങ്കിൽ അത്ര പോസിറ്റീവ് അല്ലാത്ത ചില കാര്യങ്ങൾ ആ ഫലിതത്തിലുണ്ടാകാം. അതുകൊണ്ടാണ് അതിനെ കറുത്ത ഫലിതം എന്ന് പറയുന്നത്. അങ്ങനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടൊരു കറുത്ത ഫലിതം ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോൾ ഓർമ്മ വന്നു. അത് പ്രകാരമാണ് നമ്മുടെ കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒരു പ്രഭാഷണത്തിൽ കേട്ടതാണ്. അതിങ്ങനെയാണ്: ഒരു വിദേശി നമ്മുടെ നാട്ടിലേക്ക് കേരളം കാണാനായിട്ട് വന്നു. ഒരു കാറ് വാടകയ്ക്ക് വിളിച്ചു. ഒരു മലയാളി ഡ്രൈവർ ഉണ്ട്. പുള്ളി ഓരോ സ്ഥലത്തേക്കും റോഡ് മാർഗം യാത്ര ചെയ്ത് സ്ഥലങ്ങൾ കണ്ട് അതിൻ്റെ പച്ചപ്പും ഭംഗിയും ഹരിതാപൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി നടക്കുന്നു. പുള്ളി കാറിൽ കയറി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഒരുപാട് സിഗ്നലുകൾ ഉണ്ടെന്നറിയാം. അപ്പോൾ റെഡ് കണ്ടാൽ നിർത്തണം, പച്ചയാണെങ്കിൽ വണ്ടി മുന്നോട്ട് പോകാം. അത് വിദേശിക്ക് മനസ്സിലായി. പക്ഷേ തൻ്റെ കാർ ഡ്രൈവർ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. റെഡ് കാണുമ്പോൾ അവൻ വളരെ ആരെയും ഗൗനിക്കാതെ വളരെ കൂളായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. പച്ച കാണുമ്പോൾ അവൻ വളരെ ശ്രദ്ധിച്ച് വണ്ടിയൊക്കെ ചവിട്ടി രണ്ടു വശത്തേക്കൊക്കെ നോക്കി വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ വിദേശിക്ക് കൗതുകമായി. അപ്പൊ 1-2 ദിവസം ഇത് ആവർത്തിക്കുന്ന കണ്ടപ്പോൾ വിദേശി കാർ ഡ്രൈവറോട് ചോദിച്ചു, എന്തെങ്കിലും ചെയ്യുന്നത്, നേരെ തിരിച്ചല്ല ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ചുമപ്പ് കണ്ട് നിർത്തണമെന്ന് എനിക്കറിയാം, പക്ഷെ ഞങ്ങൾ മലയാളികൾ അങ്ങനെ നിയമങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് പാലിക്കാറില്ല, ഞാൻ ഇതിനെ കുറിച്ചൊന്നും ഗവനിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിദേശി പറഞ്ഞു, ഓക്കെ, അപ്പൊ പക്ഷെ പച്ച കാണുമ്പോൾ എന്തായാലും പോകാനുള്ള ഗ്രീൻ സിഗ്നലാണ്, പിന്നെ എന്തിനാണ് വണ്ടി നിർത്തുന്നത്, നോക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത്ര ശ്രദ്ധ എന്തിനാണ്, റെഡിലില്ലാത്ത ശ്രദ്ധ എന്തിനാണ് പച്ച കാണുമ്പോൾ കാണിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഈ മലയാളി ഡ്രൈവർ പറഞ്ഞ മറുപടി അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പുള്ളി പറഞ്ഞു, പച്ച കത്തുമ്പോൾ നമുക്ക് പോകാനുള്ള സിഗ്നലാണെന്ന് എനിക്കറിയാം, പക്ഷെ അപ്പുറത്ത് റെഡ് ആണെങ്കിലും അവിടെയും ഒരു മലയാളി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അപ്പുറത്തും മലയാളികൾ വണ്ടികളിൽ ഉണ്ട്. അപ്പൊ അവര് എന്നെ പോലെ തന്നെ ചിന്തിക്കും, ഈ റെഡ് മൈൻഡ് ചെയ്യാണ്ട് അവർ വരും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ അവര് ശ്രദ്ധിക്കാതെ വരുമ്പോൾ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ചവിട്ടി 2 വശത്തേക്കൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ തമാശയൊക്കെ തോന്നുമെങ്കിലും ഈ നിയമങ്ങൾ പാലിക്കുന്നതിൽ, റോഡ് നിയമങ്ങൾ മാത്രമല്ല, നമ്മൾ മലയാളികൾ പൊതുവെ പുറകിലോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ നിയമങ്ങൾ എപ്പോഴും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന്റെ വ്യക്തിപരമായ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പൊതുവെ നമ്മൾ നിയമങ്ങളെ കാണുന്നത്. അതങ്ങനെ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ വേണം. ഇപ്പൊ ഈ റോഡ് നിയമങ്ങളില്ല, ഇപ്പൊ ഇടതുവശത്ത് കൂടെ വാഹനം ഓടിക്കണം, അങ്ങനെ ഒരു നിയമമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഓരോരുത്തരും ഇഷ്ടമുള്ള സൈഡിൽ കൂടെ വശത്തു കൂടെ വണ്ടി ഓടിക്കുന്നു, മൊത്തം അപകടങ്ങളായിരിക്കും. അപ്പൊ നിയമങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെ മനസ്സിലാക്കിയാലാണ് അതിന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇന്നത്തെ സുവിശേഷം മലയിലെ പ്രസംഗത്തിലെ ആദ്യ ഭാഗങ്ങളിൽ നിന്നാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അതിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: നിയമത്തിന്റെ പൂർത്തീകരണം. ഈശോ പറയാണ്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് നിയമത്തെ പൂർത്തീകരിക്കാനാണ്, അസാധുവാക്കാനല്ല. അപ്പൊ തീർച്ചയായിട്ടും പൂർത്തീകരണത്തിന് വേണ്ടി, നിയമത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വന്നതാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കണം. ഈശോ അത് പറയുക മാത്രമല്ല, ഈശോ അത് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ പാലിച്ചു പോരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ യഹൂദരെ സംബന്ധിച്ച് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും പെസഹ തിരുനാളിന് ജെറുസലേമിൽ വരികയും അവരുടെ ഏകദേവാലയമായ ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കുകയും കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈശോ കൃത്യമായിട്ട് പെസഹ തിരുനാളിന് പോയതായിട്ട് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നികുതി കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി ഒരു ചർച്ച, ഒരു തർക്കം വരുമ്പോൾ ഈശോ പറയുന്ന, നാണയം കൊണ്ടുപോയി, ഇതിൽ ആരുടെ ലിഖിതവും രൂപമാണ്, സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, കൃത്യമായിട്ട് നിങ്ങൾ നികുതി കൊടുക്കണമെന്ന് ഈശോ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ആ മത്സ്യത്തിന്റെ വായിൽ നിന്ന് കിട്ടുന്ന നാണയം കൊണ്ട് നികുതി അടയ്ക്കണമെന്ന് കൃത്യമായിട്ട് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ രാഷ്ട്രത്തിന്റെ നിയമങ്ങളെയും മതത്തിന്റെ നിയമങ്ങളെയും ഈശോ പിന്തുടരുന്നതായിട്ട് കാണാം. ഇതൊരു വശത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈശോ നിയമങ്ങൾ അനുസരിക്കാൻ ആളുകളെ പഠിപ്പിക്കുന്നു. മറുവശത്ത് അധികാരികളോട് നിയമത്തെയും വെല്ലുവിളിക്കുന്ന ഒരു ഈശോയെ നമുക്ക് കാണാം. കാരണം അധികാരവർഗത്തെ, നീ പോയി ആ കുറുക്കനോട് പറയുക, അല്ലെങ്കിൽ വെള്ളയടിച്ച് കുഴിമാടങ്ങളെ എന്ന് വിളിക്കുക, ഇങ്ങനെയുള്ള ചില ശൈലികളൊക്കെ ഈശോയുടെ പ്രഭാഷണത്തിൽ കാണാം. അല്ലെങ്കിൽ സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിന് വേണ്ടിയല്ലെന്ന് ഈശോ സാപത്തിൽ രോഗശാന്തി കൊടുക്കുമ്പോൾ പല സമയത്തും പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നിയമങ്ങളെയും ഈശോ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതങ്ങനെ ചെയ്യണമെന്ന് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയല്ലാത്ത നിയമങ്ങളെ എതിർക്കുന്ന ഈശോയുടെ ഒരു ചിത്രത്തെയും നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പൊ പൊതുവെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. അത് നമ്മുടെ ആത്മീയതയുടെ ഭാഗമാണ് എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുക. എന്നാൽ മനുഷ്യ നന്മയ്ക്ക് ഉപകരിക്കാത്ത നിയമങ്ങളെ നമ്മൾ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും തിരുത്തുകയും ചെയ്യണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യത്തിന്റെ തന്നെ 2 വശങ്ങളാണ്. ഈ അടുത്ത് മലയാളത്തിൽ ഇറങ്ങി പൊതുവെ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു സിനിമയാണ് എക്കോ. ആ സിനിമയുടെ കഥാതന്തു, ത്രെഡ് എന്താണെന്ന് ചോദിച്ചാൽ അതിൽ
കുരിയാച്ചൻ മ്ലാത്തിച്ചേടത്തിയോട് പറയുന്ന ഒരു ഒരു ഇംഗ്ലീഷ് വാചകമാണ്. അത് തന്നെയാണ് ആ സിനിമയുടെ ത്രെട്ട്. അത് ഈ നമ്മളിപ്പോൾ കണ്ട ഈ സുവിശേഷ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമായിട്ട് തോന്നുകയാണ്. സംടൈംസ് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ദേ ബോത്ത് ലുക്ക് ദ സെയിം. ഈ പ്രൊട്ടക്ഷനും റെസ്ട്രിക്ഷനും, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതേസമയം തന്നെ നിയന്ത്രണങ്ങളും, അത് രണ്ടും ഒന്നായിട്ട് നമുക്ക് ചില സമയങ്ങളിൽ തോന്നും. അത് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പേ, ലൈസൻസ് ഒക്കെ കിട്ടുന്നതിന് മുമ്പേ വാഹനങ്ങൾ ഓടിച്ച് ഹെൽമറ്റ് പോലും വെക്കാതെ ഈ റോഡിലൂടെയൊക്കെ പോകുന്ന കാണാം. അപ്പോൾ നമ്മളോട് ഒരു വണ്ടി ഓടിക്കരുതെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, പക്ഷേ ആക്ച്വലി നമ്മളൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചില നിയമങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് നിയന്ത്രണങ്ങളായിട്ട് തോന്നാം, പക്ഷേ അത് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഇമ്പോസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, നന്മയ്ക്ക് കാരണമാകുന്നില്ലെങ്കിൽ അത് നിയമമായി, അല്ലെങ്കിൽ നമ്മൾ അധികാരം ഉപയോഗിച്ച്, ബലം ഉപയോഗിച്ച് അത് നടപ്പി വരുത്തേണ്ടതുണ്ടോ എന്നും കൂടി ചിന്തിക്കണം. അപ്പോൾ ഈ രണ്ട് വശങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് നിയമത്തെ പറ്റി ചിന്തിക്കുമ്പോൾ. പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന സുരക്ഷയും നിയന്ത്രണവും, ഇത് രണ്ടും ഒരേ സമയം നമുക്ക് അനുഭവപ്പെടാം. പക്ഷെ അതിൽ നല്ലത് സെലക്ട് ചെയ്യാനും നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നിയമങ്ങളെയും ആദരിക്കാനുള്ള വലിയ ഒരു കടമയും ഉത്തരവാദിത്വവും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പിഞ്ചെല്ലുമ്പോൾ അത് ആത്മീയതയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിഞ്ചെല്ലാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ നിയമങ്ങളെ ആ രീതിയിൽ മനസ്സിലാക്കാനും മനുഷ്യ നന്മയ്ക്കായിട്ടുള്ള എല്ലാ നിയമങ്ങളെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും ജീവിതത്തിന്റെ ഭാഗമാക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു.